അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു യാത്രാ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പണിയെടുക്കുന്നിടത്തുനിന്ന് അബുദാബി ടൗണിലേക്ക് പോവുകയാണ്. ചെറിയൊരു ആവശ്യങ്ങളുണ്ട്. 3-4 പേരുണ്ട്. 2 ആൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാണ്ട്, 2 ആൾക്ക് വേറൊരു എക്സാം ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ 6 മണിക്കാണ് ഈ പോണത്. പക്ഷെ പോണ പോക്കിൽ വഴിയിൽ പെട്ടുപോയി കേട്ടോ. സമയത്തിന് അവിടെ എത്താൻ സാധിച്ചില്ല. ഇവിടുന്ന് പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂറത്തെ യാത്ര ഉണ്ട് അവിടേക്ക് എത്തണമെങ്കിൽ. നമ്മളിവിടെ റുവൈസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അറിയുന്നവർക്കൊക്കെ അറിയാം, ചിലവർക്കൊക്കെ പ്രവാസികൾക്കൊക്കെ. അബുദാബി ടൗണിൽ നിന്ന് 4 വീലിനാണെങ്കിൽ, ചെറിയ വണ്ടിക്കാണെങ്കിൽ 2.5 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് രാവിലെ. പക്ഷേ രാവിലെ പോയി നോക്കുമ്പോഴേ റൂമിൽ നിന്ന് വരുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. കുറച്ചിങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഭയങ്കര മഞ്ഞാണ്. മഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര മഞ്ഞ്. മുന്നോട്ടൊന്നും കാണാത്ത രീതിയിലുള്ള മഞ്ഞാണ്. ഇവിടെ മഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ വിടൂല, പോലീസുകാർ തടുക്കും. വഴിയിലൊക്കെ പോലീസ് ഉണ്ടാവും. കാരണം അപകടങ്ങൾ എപ്പോഴും ഉണ്ടാവും മഞ്ഞിന്. ഇത് കാണാനൊരു സൗദി റോഡാണ്. സൗദിക്ക് പോകുന്ന റോഡാണിത്. ഇതിൽ എപ്പോഴും വലിയ വണ്ടികൾ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ ട്രെയിലറല്ല. കുറച്ച് പോന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കുറച്ചുകൂടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മഞ്ഞ്. അങ്ങനെ മഞ്ഞിലാണ് കുടുങ്ങിയിട്ട് പറയാം. 2 മണിക്കൂർ നേരം. 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടേക്ക് എത്തിയത്. അതിൽ 3 ആളത് ശരിയായി, ഒരാളത് ശരിയായില്ല. ഒരാളത് പാസ്പോർട്ടിന് ടൈം പറഞ്ഞിരുന്നു, ആ ടൈമിന് എത്താൻ പറ്റിയില്ല. അങ്ങനെ ആ മഞ്ഞിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ടൗണൊക്കെ എത്തിയട്ടോ. ടൗണൊക്കെ എത്തി നോക്കുമ്പോൾ പിന്നെ പെരും തിരക്ക്, ട്രാഫിക്കിൻ്റെ തിരക്കാണ്. മഞ്ഞിൽ കുടുങ്ങി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അങ്ങനെ പോന്നു കഴിഞ്ഞ് പിന്നെ വന്ന് ട്രാഫിക്കിലും കുടുങ്ങി. അങ്ങനെയൊക്കെ പാടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസമായിട്ട് പോയി കിട്ടുകയും ചെയ്തു. കാര്യങ്ങളൊന്നും ശരിയാവുകയും ചെയ്തില്ല. ട്രാഫിക്ക് അങ്ങോട്ട് അനങ്ങുന്നില്ല. വണ്ടി മുന്നിലുള്ള വണ്ടിയുണ്ട് അനങ്ങണ്ടേ. കുറച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ട്രാഫിക്ക്, അങ്ങോട്ട് പോയി വീണ്ടും ട്രാഫിക്ക്. അങ്ങനെ തിരക്കിലാണ് കുടുങ്ങിയിട്ട് പറയാം. വല്ലാത്തൊരു കുടുക്കായിരുന്നു. രാവിലെ തന്നെ ആവുമ്പോൾ സ്കൂൾ ടൈമും അതേമാതിരി ജോലിക്ക് പോണ ആൾക്കാരും തിരക്ക് കൊണ്ട് ഇന്നൊരുവിധമുള്ള ആൾക്കാരൊക്കെ പെട്ടിട്ടുണ്ടാവും. തിരക്ക് കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും 1 ഇഞ്ച് വണ്ടി നീങ്ങൂല. അതെല്ലാം അവിടെ നിന്നൊക്കെ അങ്ങനെ പോകുന്ന കഴിച്ചിലായി. ആദ്യം 2 ആൾക്കാരെ എക്സാമിന് കൊണ്ടുപോയി ഇറക്കി. അവരിത് കഴിഞ്ഞു. അവരിത് ഏതായാലും ടൈമിന് എത്തി. ഒരാൾക്ക് പാസ്പോർട്ടിന് ടൈമിന് എത്താൻ പറ്റിയില്ല. ഇനി വീണ്ടും പോകണം അതേമാതിരി തന്നെ. ഈ പോക്കും വരവും വല്ലാത്തൊരു ക്ഷീണമാണ്. വണ്ടിയിലിരുന്ന് ആകെ മുഷിഞ്ഞു പോകും. 2-3 മണിക്കൂർ അങ്ങോട്ടും 2-3 മണിക്കൂർ ഇങ്ങോട്ടും. പിന്നെ അവിടെ പോയില്ല ഇരുത്തോ. ഒരാഴ്ച പണിയെടുക്കുകയാണെങ്കിൽ ഇത്ര ക്ഷീണം ഉണ്ടാവില്ല. അതിലേറെ ക്ഷീണക്കാരൻ വണ്ടിയിലിരുന്നാൽ, യാത്ര ചെയ്താൽ. അതായാലും അപ്പോൾ അങ്ങനെ അബുദാബിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവുകയായിരുന്നു. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാൻ പോയത് 4 മണിക്കാണ് കേട്ടോ. അപ്പോൾ ആ പോണ പോക്കിൽ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാണുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതിയ മുത്തുമണികളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ
ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതുവരെ എല്ലാവരോടും ബൈ ബൈ. വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് വാച്ച് ചെയ്തോളൂ. स्टेडियम बना दिया। ये इधर का भी कभी खेल होता है ना, ये बड़ा है। रखो तुम्हारा पास पैसा गुम नहीं करने का। संभाल के रखो। इसमें अंगुल नहीं देखा, अंगुली मुश्किल है क्या? अंगुली से नहीं देखा, तेरा उंगली काट देगा फिर। तू देख सिगरेट का वो लाल सिग्नल पे निकला है, वो चला गया। क्या ऑर्डर किया था? मतलब क्या है वाला पैसा भी हिसाब करना पड़ेगा ना, ज्यादा हो जाएगा कौन बनेगा, ज्यादा नहीं देता है। दम बिरयानी ये दम बिरयानी सही है। आएगा देखेगा कैसा है, देखेगा। हम लोग पास किया तो मानी सर बोला तो काफी 5,000 में मिलता था पर प्लेट। उसमें वो वाले होटल है ना, पिछले टाइम में खाया था, इतना सही नहीं दिया, इससे जरा बिरयानी थी इतना पार्सल में। हम लोग जो खाते 4 आदमी जो खाते हैं एक क्या इतना सब प्लेट में 4 आदमी का सारा, लेकिन उसमें वो इसकी कुछ नहीं। मैं पूरा ट्राई मार के आया था। पूरा पार्सल बोल पार्सल बोल का है पूरा। बिरयानी कैसा है, टेस्ट देख। गन्ना का मालूम नहीं क्या पार्सल भी मिलता है। पानी पानी छोटा सा है बड़ा वाला
टेस्ट करो कैसा है। टेस्टर अरे कैसा है? सही है? अच्छा है? भूख लगा है। बिरयानी गरम दिया सही है, उस दिन ठंडा बिरयानी खिलाया इधर ही नहीं, दूसरा इधर तो नहीं गया, उससे सालाद महाराज कुछ नहीं देता।